ഹേ ഓൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കണ്ട പോലെ തന്നെ വൺ ഓഫ് ദ ഈസി റസ്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു പുഡിംഗ് ഉണ്ടല്ലോ നമുക്ക് ആകെ 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. അപ്പം നമുക്ക് എന്തൊക്കെ വേണ്ടി നോക്കിയാലോ. കമോൺ. ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ താരമായിട്ട് നമ്മളെ റസ്ക് ഉണ്ടല്ലോ, റസ്ക് ഒരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, പിന്നെ 3 ഏലക്ക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഷുഗർ ഇല്ലാതെ കളിയില്ല മക്കളെ. അപ്പൊ ഷുഗർ ഒരു 7 ടേബിൾ സ്പൂൺ എടുത്തോളി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന റസ്ക് എന്ന് പറയുന്നത് അതിൽ ഷുഗറും ഏലക്കൻ്റെ ഫ്ലേവറുള്ള ഒരു റസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ 7 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അല്ലാത്തവർ മധുരമില്ലാത്ത റസ്ക് എടുക്കുകയാണെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തോളി. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ലെറ്റ്സ് മേക്ക് ഇറ്റ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തോളി. അതിലോട്ട് നമ്മൾ റസ്ക് ഇട്ടിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് റസ്ക് ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഞാനും ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കണത്. അതിൻ്റെ ചെറിയൊരു പാളിച്ച എനിക്കും പറ്റിയിട്ടുണ്ട്. എന്താ ഞാൻ വഴിയെ പറയാട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം 3 ഏലക്ക ഇടാട്ടോ. പിന്നെ അത് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിന്റെ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷമാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസി അവിടെ കിട്ടുന്നത് എന്തിനാ പറയില്ല. കാരണം കുറച്ചുകൂടി മിൽക്ക് നമുക്ക് ഒഴിക്കണം. അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിലിടല്ലേ, പിന്നെ നമുക്ക് നമ്മളെ പുഡിങ് തിന്നാണ്ടാവില്ല കഴിച്ചിട്ട്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ മിക്സ് ഇല്ല, അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിക്കോളും. ഇനി ഒരു അടികട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 30 മിനിറ്റ് ആ ബാറ്റർ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇത് അവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ട് കഴിച്ചാൽ അടിപൊളി ഇരിക്കും. എനിക്ക് അതിനുള്ള ക്ഷമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് കഴിച്ചു നോക്കി. ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു പാളിച്ച പറ്റിയെന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, 1 കപ്പ് മിൽക്കാണ് ഒഴിക്കുന്നത്. പക്ഷെ ഞാൻ 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചുകൊണ്ട് ഭയങ്കര ഹാർഡായി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുകൊണ്ടു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് മെഷർമെന്റ്സ് കൊടുക്കാം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റോട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.